നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ശബരിമല സന്നിധാനത്തിന് മുകളിലൂടെ ഹെലികോപ്റ്റർ താഴ്ന്നു പറന്ന സംഭവത്തിൽ അന്വേഷണം. വ്യാഴാഴ്ച രാവിലെ 11ഓടെയാണ് സംഭവം. കോസ്റ്റ് ഗാർഡിന്റെ ചേതക് ഹെലികോപ്റ്ററാണ് അതീവ സുരക്ഷാ മേഖലയിലൂടെ പറന്നത്. സംഭവത്തിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകാൻ സ്പെഷ്യൽ കമ്മീഷണർ ADGP S. ശ്രീജിത്തിന് നിർദ്ദേശം നൽകി. ഹെലികോപ്റ്റർ എത്തിയതിനെപ്പറ്റി പമ്പ പോലീസിന് അറിവുണ്ടായിരുന്നില്ല. അതേസമയം ഹെലികോപ്റ്റർ താഴ്ന്നു പറന്നത് സാങ്കേതിക പ്രശ്നം കാരണമാണെന്ന് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങൾ വിശദീകരിച്ചു. അന്തരീക്ഷം മേഘാവൃതമായപ്പോൾ കാഴ്ച മറഞ്ഞെന്നും അതിനാലാണ് താഴ്ന്നു പറന്നതെന്നും കോസ്റ്റ് ഗാർഡ് വിശദീകരിച്ചു. കഴിഞ്ഞ ദിവസം കുട്ടികൾക്ക് പാമ്പുകടിയേറ്റ കോടാലി കടമ്പോടുള്ള കാവുങ്ങൽ സിൽജോയുടെ വീട്ടിൽ വീടിന്റെ തറ പൊളിച്ച് വിദഗ്ധരുടെ നേതൃത്വത്തിൽ പരിശോധന തുടങ്ങി. വ്യാഴാഴ്ച രാത്രി 5ാമത്തെ പാമ്പിനെ കൂടി കണ്ടെത്തിയതോടെയാണ് ഇന്ന് രാവിലെ വിദഗ്ധ സംഘത്തിന്റെ നേതൃത്വത്തിൽ വീടിന്റെ കിടപ്പുമുറിയിലെ ടോയ്ലറ്റിന്റെ ചുമരിനോട് ചേർന്ന തറയുടെ ഒരു ഭാഗവും ടോയ്ലറ്റിലെ ടൈലും ഡ്രെയിനേജ് പൈപ്പും പൊളിച്ച് പരിശോധന തുടങ്ങിയത്. ടൈലുകളുടെ വിള്ളലിനുള്ളിൽ കൂടുതൽ പാമ്പുകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന നിഗമനത്തിലാണ് പരിശോധന. വെള്ളിക്കുളങ്ങര ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ രഞ്ജിത്ത് രാജ്, സർപ്പ ടീം ലീഡർ ജോജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പാമ്പുകൾക്കായി തിരച്ചിൽ നടക്കുന്നത്. എന്നാൽ ഇതുവരെയും പാമ്പിനെ കണ്ടെത്തിയിട്ടില്ല. വ്യാഴാഴ്ച വൈകിട്ടും രാത്രിയിലുമായി 2 പാമ്പുകളെ വീടിനുള്ളിൽ കണ്ടെത്തിയിരുന്നു. ഇതുവരെ ആകെ 5 പാമ്പുകളെയാണ് വീടിനകത്ത് കാണപ്പെട്ടത്. കഴിഞ്ഞ ഞായറാഴ്ച പുലർച്ചെ സിൽജോയുടെ മക്കളായ ആൽജോ, അനോഷ് എന്നിവർക്ക് പാമ്പിന്റെ കടിയേറ്റിരുന്നു. ഇവരിൽ ആൽജോ അന്ന് തന്നെ മരിച്ചിരുന്നു. ചികിത്സയിലുള്ള അനോഷ് സുഖം പ്രാപിച്ചു വരികയാണ്. മലപ്പുറത്ത് പാമ്പിനെ പോക്കറ്റിലിട്ട് നടന്ന യുവാവിന് പാമ്പ് കടിയേറ്റു. മലപ്പുറം ഒതായിൽ വ്യാഴാഴ്ചയാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളിയാണ് പാമ്പിനെ പാൻസിന്റെ കീശയിലിട്ട് അങ്ങാടിയിലെത്തിയത്. ചായക്കടയിൽ ഇരിക്കുന്നതിനിടെ അടുത്തുണ്ടായിരുന്ന ഒരാൾക്ക് ഇയാൾ പാമ്പിനെ കാണിച്ചു കൊടുത്തു. ഇതിനിടെ പലതവണ ഇയാൾക്ക് പാമ്പിന്റെ കടിയേൽക്കുകയും ചെയ്തു. തുടർന്ന് ഇയാളെ നാട്ടുകാർ നിർബന്ധിച്ച് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അതിഥി തൊഴിലാളി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ സംശയം. അണലിയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. എന്നാൽ പരിശോധിച്ചാൽ മാത്രമേ ഇക്കാര്യം വ്യക്തമായി പറയാൻ സാധിക്കുള്ളൂ എന്ന് വനംവകുപ്പ് അറിയിച്ചു. എറണാകുളം കാലടിയിൽ കോളേജ് വിദ്യാർത്ഥിനി പെരിയാറിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ സുഹൃത്തിന്റെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു കുടുംബം. കുട്ടിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു. പെൺകുട്ടി ജീവനൊടുക്കിയതാണെന്നാണ് പോലീസ് നിഗമനം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് ഇളമ്പകപ്പള്ളി സ്വദേശിനി അഞ്ജന ബിജു കാലടി റെയിൽവേ പാലത്തിൽ നിന്നും പെരിയാറിലേക്ക് ചാടി മരിച്ചത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ BA ഹിസ്റ്ററി വിഭാഗം വിദ്യാർത്ഥിനിയാണ് അഞ്ജന. മകൾ പുഴയിലേക്ക് ചാടുന്ന സമയത്ത് സുഹൃത്ത് ഒപ്പം ഉണ്ടായിരുന്നുവെന്ന സംശയം കുടുംബത്തിനുണ്ട്. മരണത്തിന് മുൻപ് സുഹൃത്തുമായി ഇനി ഒത്തുപോകാൻ കഴിയില്ലെന്ന് അഞ്ജന പറഞ്ഞതായാണ് കൂട്ടുകാരികൾ പറയുന്നത്. പെൺകുട്ടി പുഴയിൽ വീണ സമയത്ത് പാലത്തിൽ നിന്ന് ആരോ ഒരാൾ ഓടി രക്ഷപ്പെട്ടെന്ന് നാട്ടുകാരും വിവരം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുടുംബം പരാതി നൽകിയത്. മുണ്ടത്തിക്കോട്ടെ വെടിക്കെട്ടുപുരയിലെ ദുരന്ത പശ്ചാത്തലത്തിൽ പൂരം വെടിക്കെട്ട് ഒഴിവാക്കി നടത്താൻ തീരുമാനിച്ചെങ്കിലും ചുടലപ്പറമ്പായി ദുരന്തഭൂമി. കണ്ണീരുണങ്ങാതെ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളും പരിക്കേറ്റവരും. സ്ഫോടനത്തിന്റെയും നാശനഷ്ടങ്ങളുടെയും ഞെട്ടൽ വിട്ടുമാറാതെ പ്രദേശവാസികൾ. അപകട സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ മാറി ഇന്നും ശരീരഭാഗങ്ങൾ ലഭിച്ചു. അപകട സ്ഥലത്തും സമീപ പ്രദേശങ്ങളിലും ഇന്നും പരിശോധന തുടരുകയാണ്. 11 മൃതദേഹങ്ങളാണ് ഇതുവരെ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇതിൽ ഒരെണ്ണം ഇതുവരെ തിരിച്ചറിയാനായിട്ടില്ല. ഈ മൃതദേഹങ്ങളുടെയും ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങളുടെയും സാമ്പിളുകൾ DNA പരിശോധനയ്ക്കായി നൽകിയിട്ടുണ്ട്. ഇതിൽ 10 സാമ്പിളുകളുടെ DNA പരിശോധനാ ഫലം ഇന്നറിയാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഇന്നലെയും സംഭവസ്ഥലത്ത് പോലീസ് നടത്തിയ പരിശോധനയിൽ 103 ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയും പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇന്നലത്തേതടക്കം ഇതുവരെ 132 ശരീരഭാഗങ്ങളാണ് അപകട സ്ഥലത്ത് നിന്ന് ശേഖരിച്ചിട്ടുള്ളത്. 34 പേർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നതായാണ് സ്ഥിരീകരണം. 12 പേരാണ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നത്. ഇതിലെ 4 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. 8 പേർ വാർഡുകളിൽ ചികിത്സയിലുണ്ട്. 2 പേരെ ആശുപത്രിയിൽ നിന്ന് വിട്ടയച്ചു. ദുരന്ത സ്ഥലത്തുണ്ടായിരുന്ന 9 പേർ നേരത്തെ വീടുകളിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഉഷ്ണതരംഗ മുന്നറിയിപ്പ്. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലും മധ്യ കിഴക്കൻ ഇന്ത്യയിലും താപനില 40 മുതൽ 44 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യത. ഡൽഹിയിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. താപനില ഉയർന്ന സാഹചര്യത്തിൽ സ്കൂളുകൾക്ക് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും താപനില ഉയരാൻ സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അന്തരീക്ഷ താപനില ഉയർന്ന സാഹചര്യത്തിൽ കേരളത്തിലെ അങ്കണവാടികളിലെ പ്രീസ്കൂൾ പ്രവർത്തനം ഒരാഴ്ചത്തേക്ക് നിർത്തിവെക്കാൻ വനിതാ ശിശുവികസന വകുപ്പ് തീരുമാനിച്ചിരുന്നു. കാട്ടാക്കടയിൽ വാക്കുതർക്കത്തെ തുടർന്ന് യുവാവ് കുത്തേറ്റ് മരിച്ചു. കാട്ടാക്കട എള്ളുവിള സ്വദേശി രാഹുലാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രി 11 മണിയോടെ കാട്ടാക്കട കിള്ളി രാജശ്രീ ഓഡിറ്റോറിയത്തിന് സമീപത്താണ് സംഭവം. രാഹുലും മറ്റൊരാളും തമ്മിലുള്ള തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. താക്കോൽ കൊണ്ട് ഒരാൾ രാഹുലിന്റെ വാരിയലിന് സമീപത്തായി കുത്തുകയായിരുന്നു. തുടർന്ന് കാട്ടാക്കട മമൽ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പനയങ്കോട് സ്വദേശി രാഹുലാണ് പിടിയിലായത്. ബൈക്ക് വിൽപ്പനയുമായി ബന്ധപ്പെട്ട മുൻ വൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് സംശയിക്കുന്നതായി പോലീസ് അറിയിച്ചു. ഗർഭമുണ്ടാവും മുൻപേ കുട്ടിയുടെ ജാതകം നോക്കുന്നുവെന്ന് കോൺഗ്രസിനെ പരിഹസിച്ച് CPM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ. കോൺഗ്രസിലെ മുഖ്യമന്ത്രി തർക്കത്തിലാണ് ബാലൻ പരിഹസിച്ചത്.
ചെന്നിത്തലയെയും വി ഡി സതീശനെയും പരസ്പരം അടുപ്പിക്കുന്ന നിലപാടാണ് KCയുടേത്. ഗർഭമുണ്ടാവും മുൻപേ കുട്ടിയുടെ ജാതകം നോക്കുകയാണെന്നും ഇത് കോൺഗ്രസിന്റെ ആഭാസത്തരമാണെന്നും ബാലൻ പറഞ്ഞു. പാലക്കാട് വടക്കഞ്ചേരി മംഗലം പാലത്തിനടുത്ത് 23 ബൈക്കുകൾ കത്തിനശിച്ചു. സിൻഡിക്കേറ്റ് ബാങ്കിന് സമീപത്തെ ബൈക്ക് വർക്ക്ഷോപ്പിലാണ് തീപിടുത്തമുണ്ടായത്. 23 ബൈക്കുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. പുതുക്കോട് സ്വദേശി മുദസറിന്റേതാണ് വർക്ക്ഷോപ്പ്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. വിരമിച്ച് 3 വർഷമായിട്ടും സ്വകാര്യ കാറിലെ ഔദ്യോഗിക മുദ്ര മാറ്റാത്തതിൽ മുൻ DGP ടോമിൻ തച്ചങ്കരിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട് DGP റവാഡ ചന്ദ്രശേഖർ. സ്വകാര്യ വാഹനത്തിൽ നക്ഷത്ര മുദ്ര വെച്ച് തച്ചങ്കരി യാത്ര ചെയ്യുന്നതായി പരാതി ലഭിച്ചതോടെയാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത്. കോട്ടയം വിജിലൻസ് കോടതിയിൽ എത്തിയപ്പോഴാണ് തച്ചങ്കരിയുടെ കാറിൽ നമ്പർ പ്ലേറ്റിനോട് ചേർന്ന് നക്ഷത്ര ചിഹ്നമുള്ളതായി ശ്രദ്ധയിൽപ്പെട്ടത്. അതേസമയം ഡ്രൈവർക്ക് സംഭവിച്ച വീഴ്ചയാണെന്നും 3 സ്റ്റാർ ബോർഡ് വെച്ച് താൻ യാത്ര ചെയ്തിട്ടില്ലെന്നുമായിരുന്നു തച്ചങ്കരി വിശദീകരിച്ചത്. ഇതോടുകൂടി പ്രധാന വാർത്തകൾ അവസാനിച്ചു. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.